എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും 100 മീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന 4 ബെഡ്റൂമിൻ്റെ ഫുൾ ഫർണിഷ്ഡായി വരുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഫുൾ ഫർണിഷ്ഡ് എന്ന് പറയുമ്പോൾ ഈ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറും, അതായത് സെറ്റി, ടേബിള്, കട്ടില്, ബെഡ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, ചിമ്മിനി, ഹോബ്, ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ എന്നിവ ഉൾപ്പെടുന്ന എല്ലാ ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് വിൽപ്പനക്കായി വന്നിട്ടുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 3.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. നല്ലൊരു കോർണർ പ്ലോട്ടിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 2 ഭാഗത്തും നമുക്ക് റോഡ് കാണാൻ കഴിയും. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മണ്ണിട്ട റോഡിൽ ഇന്റർലോക്ക് കട്ട വിരിക്കാനുണ്ട്. മനോഹരമായ ചുറ്റുമതിലെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗേറ്റ് ലൈറ്റും സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് എല്ലാം കൊടുത്താണ് ഫ്രണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന പ്രൊവിഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകൾ, LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഈ സൈഡിലും കാണാൻ നമുക്കൊരു റോഡ്, അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കോമൺ കിണറാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ നമുക്ക് KWA വാട്ടർ കണക്ഷനും ലഭ്യമാണ്. വടക്ക് ഭാഗത്തേക്കാണ് ഈ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും തേക്കും പ്ലാവുമാണ്. ഫ്രണ്ടിലെ ഡോറ് നിർമ്മിച്ചിട്ടുള്ളത് തേക്കിലാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്കാണ് പ്രവേശിക്കേണ്ടത്. നേരെ കയറി ചെല്ലുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഈ കാണുന്ന ലിവിംഗ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളും BLDC ഫാൻ എല്ലാം കാണാൻ കഴിയും. ഇവിടെ ഫർണിച്ചർ വരാനുണ്ട്. ഫർണിച്ചർ വർക്കുകളെല്ലാം പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ അപ്പോക്സി വർക്ക് മാത്രം പെൻഡിങ് ഉള്ളത് കൊണ്ടാണ് ഫർണിച്ചർ ഇപ്പോൾ ഇടാത്തത്. ഇവിടെയായി നല്ലൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ബ്ലൈൻഡ്സ്, കർട്ടൻ എല്ലാം കാണാൻ കഴിയും. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾഡിങ്ങിൽ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു TV യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നും ലിവിംഗ് ഹാളിൽ നിന്നും TV കാണാവുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. ഫ്ലോറിങ്ങിനായി 5 അടി വലിപ്പം വരുന്ന മാറ്റ് ഫിനിഷിംഗ് വരുന്ന ഐവറി കളറിൽ വരുന്ന ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് വരാം. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്നൊരു സ്പേസ് ഇവിടെ ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളും BLDC ഫാനെല്ലാം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. മനോഹരമായ ഈ ഒരു ഡൈനിങ് ഹാളിനോട് ചേർന്നായി ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി വരുന്ന കിച്ചൺ ഏരിയ നമുക്ക് കാണാം. മൾട്ടിവുഡും ലൂവർ വർക്കുകളെല്ലാം ചെയ്താണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമാക്കി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. വാസ്തുപ്രകാരമാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഈ ഒരു സ്പേസിലെല്ലാം ഡിഷ് വാഷർ വരാനും ഡിഷ് വാഷറാണ് ഇപ്പോൾ ഈ കിച്ചൻ്റെ അകത്തിരിക്കുന്നത്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ എല്ലാം ഉൾപ്പെടെ വരുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറും ഉൾപ്പെടുന്നുണ്ട്. ചിമ്മിനിയാണ് ഇപ്പോൾ കണ്ടത്. അതിൻ്റെ താഴെയായി നമുക്കൊരു സ്റ്റൗ വരാനുണ്ട്. അത് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഫർണിച്ചറുകളെല്ലാം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഒരാഴ്ചത്തെ വർക്ക് കൊണ്ട് എല്ലാ ഫർണിച്ചറും ഈ വീട്ടിൽ കയറുന്നതാണ്. കിച്ചൺ കൂടാതെ പുറത്തായി നമുക്കൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന സ്പേസ് കാണാം. അത് ടൈലെല്ലാം ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ബെഡ്റൂമുകൾ ഏകദേശം ഫുൾ ഫർണിഷ്ഡായി തന്നെയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കോട്ടും ബെഡും ACയും ഫാനും കർട്ടൻ വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. 2 ഭിത്തിയിലും 3 പാളി ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ കർട്ടൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് കബോർഡ് വർക്ക് വരുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായി ലൂവർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂമാണ്. ഈ ഭാഗത്താണ് ബാത്റൂം വരുന്നത്. ഇവിടെയായി ഗീസറും നമുക്ക് കാണാൻ കഴിയും. സെറ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസും ഉപയോഗിച്ചിരിക്കുന്നു. കൺസീലോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷനാണ് ഇവിടെ ഇലക്ട്രിസിറ്റിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. വി ഗാർഡിൻ്റെ സ്വിച്ചുകളും
വി ഗാർഡിൻ്റെ വയറുകളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിൽ ഇപ്പോൾ വന്നെത്തി നിൽക്കുകയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഫർണിഷ്ഡായി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. കബോർഡ് വർക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. സ്ലൈഡിങ്ങോടുകൂടി വരുന്ന ഡോറുകളാണ് കബോർഡ് വർക്കിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് പോവാത്ത രീതിയിലാണ് കബോർഡ് വർക്കിൻ്റെ നിർമ്മാണം. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. ഇനി ഹോളിലേക്ക് തിരിച്ചു വരാം. നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായി അത് നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. സ്റ്റെയർ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഹാൻഡിലിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന മാറ്റ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഈ ഒരു ലാൻഡിങ്ങിലായി നല്ലൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കുഷ്യൻ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളൊരു സിറ്റിംഗ് ഏരിയ തന്നെയാണ്. ഇവിടെയായി വലിപ്പമുള്ളൊരു കർട്ടൻ വർക്കും കാണാം. കൂടാതെ നല്ലൊരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് സ്റ്റെയർ കേസിൻ്റെ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ്. ആ ഹോളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഒരു ബെഡ്റൂം അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അതായത് 5 ബെഡ്റൂമാണ് ഈ വീടിന് ലഭിക്കുക. ആ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിന് നമുക്ക് വേണ്ടി യൂട്ടിലിറ്റി റൂമായിട്ടോ അല്ലെങ്കിൽ ഒരു ബെഡ്റൂമായിട്ടോ കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിൽ ആ ഒരു ബെഡ്റൂമിൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് ആ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ മൂന്നാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ഒരു വീടിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പറയാം. 4 ബെഡ്റൂമും വിശാലമായ ബെഡ്റൂമാണ്. ഇതിന് അഡീഷണൽ ആയിട്ടൊരു ബാൽക്കണി ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഈ സ്പേസിലാണ് ബാൽക്കണി വരിക. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയായി നല്ലൊരു മിറർ യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ സ്പേസും നോക്കി അറിഞ്ഞു കണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഹോളിൻ്റെ ഈ ഒരു സ്പേസിലായി നല്ലൊരു സ്റ്റഡി യൂണിറ്റും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. ഈ ബെഡ്റൂമിലും എല്ലാ ഫർണിച്ചറും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അപ്പോക്സി വർക്ക് നടക്കുന്നത് കൊണ്ടാണ് ബെഡിൻ്റെ 2 സൈഡിൽ വരുന്ന സൈഡ് ടേബിളെല്ലാം ബെഡിൽ കയറ്റി വെച്ചിരിക്കുന്നത്. ഇതിനും ബാൽക്കണി കാണാം. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനും ലഭ്യമാവുക. കബോർഡ് വർക്ക് ഈ ഒരു സ്പേസിലാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഞാൻ പറഞ്ഞ 5ാമത്തെ ബെഡ്റൂമിലേക്കും മെയിൻ ബാൽക്കണിയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദവിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ട് പടിക്കടുത്തായി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 4.5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഫുൾ ഫർണിഷ്ഡോടുകൂടി വരുന്ന വീടിന് ചോദിക്കുന്ന റേറ്റ് 1,30,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.